വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കമ്പനി ബോർഡ് LGS അതുപോലെ തന്നെ ബെബ്കോ LDC VFA തുടങ്ങിയ പരീക്ഷകൾക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹോട്ട് ടോപ്പിക്സിന്റെ റിവിഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് റിവിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഹോട്ട് ടോപ്പിക്സ് ആണ്, നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്, പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് റിവൈസ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം പറഞ്ഞിട്ട് ഒരു റിവിഷൻ ആണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഇന്ന് രണ്ട് ടോപ്പിക്കുകളാണ് പഠിക്കണേ. പരീക്ഷയ്ക്ക് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറുകളും ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഒരു ട്രെൻഡാണ് താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ പെടുന്നത് ഏതാണ്, അല്ലെങ്കിൽ ദ്വിതീയ മേഖലയിൽ പെടുന്നത് ഏതാണ്, തൃതീയ മേഖലയിൽ പെടുന്നത് ഏതാണ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് പ്രാഥമിക മേഖല, പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത് ഏത്, ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നത് ഏതെന്ന് കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ നമുക്ക് പ്രാഥമിക മേഖല അതുപോലെ തന്നെ ദ്വിതീയ മേഖല കേട്ടോ. പ്രാഥമിക മേഖല, പിന്നെ ഏതാണ് ദ്വിതീയ മേഖല, ദ്വിതീയ മേഖല, അതുപോലെ തന്നെ തൃതീയ മേഖല, തൃതീയ മേഖല. ഈ മൂന്ന് മേഖലകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് എന്ന് കൃത്യമായി നിങ്ങൾ പഠിച്ചു വെക്കുക. അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ എല്ലാം തന്നെ പ്രാഥമിക മേഖലകളിലാണ് പെടുന്നത്. വനം, വനപരിപാലനം, വനവും അതുപോലെ തന്നെ വനത്തിന്റെ പരിപാലനവും ഏതിൽ പെടും, പ്രാഥമിക മേഖലയിൽ പെടും. ഇനി അടുത്തത് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പ്രാഥമിക മേഖലയിലാണ് പെടുന്നത്. ഖനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നു. ഇനി പാറ, പാറ എന്താ പറയാ, പാറയൊക്കെ പൊട്ടിച്ചെടുക്കണ പരിപാടിയില്ലേ, ആ പാറവെട്ട്, അതായത് ഖനനം, പാറവെട്ട്, അങ്ങനത്തെ എല്ലാം ഏതിലാണ്, പ്രാഥമിക മേഖലയിലാണ്. ഇനി മത്സ്യബന്ധനം പോലെ തന്നെ കന്നുകാലി വളർത്തൽ എന്ന് പറയുന്നതും ഏതിലാ മക്കളെ, പ്രാഥമിക മേഖലയിൽ പെടുന്നതാണ്. ഇനി ദ്വിതീയ മേഖലയില് എന്തായിരിക്കും, വ്യവസായ ആയിരിക്കും. പ്രാഥമിക മേഖലയിൽ കൃഷിയാണെങ്കിൽ ദ്വിതീയ മേഖലയിൽ എന്തുപെടും, വ്യവസായം. അതുപോലെ തന്നെ വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, വൈദ്യുതിയുടെ പ്രൊഡക്ഷൻ, അത് ഏതിലാ പെടാ, ദ്വിതീയ മേഖലയിലാ പെടാ. ഇനി അതുപോലെ തന്നെ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ടല്ലോ, കെട്ടിട നിർമ്മാണം. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ, കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ ഏതിൽ പെടും, ദ്വിതീയ മേഖലയിൽ പെടും. ഇനി അടുത്തത് ഗ്യാസ് ദ്വിതീയ മേഖലയാണ്. അതുപോലെ തന്നെ ജലവിതരണം, വാട്ടർ സപ്ലൈ, ജലവിതരണം ഏതിലാണ്, ദ്വിതീയ മേഖലയിലാണ്. ഇനിയിപ്പോ കെട്ടിട നിർമ്മാണം നമ്മൾ പറയണ്ടായി. അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ, നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏതിൽ പെടും, ദ്വിതീയ മേഖലയിൽ പെടും എന്ന് ഓർത്തു വയ്ക്കാം. ഇനി തൃതീയ മേഖലയിലാണെങ്കിലോ, വ്യവസായമാണ് ദ്വിതീയ മേഖലയിലെങ്കിൽ തൃതീയ മേഖലയിൽ വ്യാപാരം, അതുപോലെ തന്നെ വാണിജ്യം എന്നിവ ഏതിൽ പെടുന്നതാണ്, തൃതീയ മേഖലയിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം തൃതീയ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിദ്യാഭ്യാസവും ഗതാഗതവും തൃതീയ മേഖലയാണ്. വിദ്യാഭ്യാസം, ഗതാഗതം. ഇനി അതുപോലെ തന്നെ ഹോട്ടലുകള്, ഏതാണ്, ഹോട്ടല് മാത്രല്ല കേട്ടോ, റെസ്റ്റോറന്റുകള്, ഹോട്ടല്, റെസ്റ്റോറന്റ് എന്നിവ തൃതീയ മേഖലയിലാണ് പെടാം. ഇനി വാർത്താവിനിമയ സംവിധാനങ്ങൾ ഏതിലാ പെടാ, തൃതീയ മേഖല. വാർത്താവിനിമയം ഏതിൽ പെടും, തൃതീയ മേഖലയിൽ പെടും. ഇനി ബാങ്ക്, അതുപോലെ തന്നെ ഇൻഷുറൻസ് കേട്ടോ, ബാങ്ക്, ഇൻഷുറൻസ് മേഖല ഏതിലാണ്, തൃതീയ മേഖലയിലാണ്. ഇനി അടുത്തത് റിയൽ എസ്റ്റേറ്റ് കേട്ടോ, റിയൽ എസ്റ്റേറ്റ് ഏതിലാ പെടാ, തൃതീയ മേഖലയിലാണ് പെടാ. ഇനി അതുപോലെ തന്നെ എന്താ പറയുന്നത്, സോഷ്യൽ സർവീസ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങള് ഏതിൽ പെടും, തൃതീയ മേഖലയിൽ പെടും. ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ, ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ടൂറിസം, ഇതൊക്കെ ഏതിലാ പെടാ, തൃതീയ മേഖലയിൽ. അപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക്, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. അപ്പൊ ഏറ്റവും എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ കഴിഞ്ഞ LGS എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ പെടുന്നത് ഏതാണ്. ഓപ്ഷൻ അതിൽ മത്സ്യബന്ധനം ഉണ്ടായിരുന്നത്. അപ്പൊ കൃഷി, വനം, വനപരിപാലനം, മത്സ്യബന്ധനം, കന്നുകാലി വളർത്തല്, ഖനനം എല്ലാം പ്രാഥമിക മേഖലയിൽ പെടുന്നവയാണ്. ദ്വിതീയ മേഖലയില് വ്യവസായം, വൈദ്യുതിയുടെ ഉൽപാദനം, കെട്ടിട നിർമ്മാണം അല്ലെങ്കിൽ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങള്,
ഗ്യാസ് വിതരണമൊക്കെ ദ്വിതീയ മേഖലയിൽ പെടുന്നു. തൃതീയ മേഖലയിൽ വ്യാപാരം, വാണിജ്യം, വിദ്യാഭ്യാസം, ഗതാഗതം, ഹോട്ടൽ, റെസ്റ്റോറന്റ്, വാർത്താവിനിമയ സംവിധാനങ്ങള്, ബാങ്ക്, ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ്, സോഷ്യൽ സർവീസ്, സാമൂഹിക സേവനങ്ങള്, ഹെൽത്ത്, ആരോഗ്യം, ടൂറിസം തുടങ്ങിയവ ഏതിലാ പെടണേ? തൃതീയ മേഖലയിലാ പെടണേ. അപ്പൊ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല ക്ലിയർ ആയില്ലേ? അടുത്തത് ഇനി നമ്മളൊരു എന്താ പറയുന്നത്, നവോത്ഥാന നായകനെ ഒന്ന് ഓർക്കാൻ പോവാണ്. അയ്യങ്കാളി, ഒരു റിവിഷൻ ആയിട്ട് അയ്യങ്കാളിയെ ഒന്ന് ഓർക്കാം. 1863 ഓഗസ്റ്റ് മാസം 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അയ്യങ്കാളി ജനിച്ചത്. ഈ 1863 ഓഗസ്റ്റ് 28 തന്നെ ഇങ്ങനെയും നീട്ടി ചോദിച്ചിട്ടുണ്ട്. സ്ഥലം വെങ്ങാനൂരാണ്. പണ്ട് കാലത്ത് കാളി കുട്ടിയായിരുന്നപ്പോ കാളി എന്നായിരുന്നു ഇത്രേ അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചിരുന്നത് കേട്ടോ. ഇനി ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു ആധുനിക ദളിതരുടെ പിതാവ്. ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അയ്യങ്കാളിയാണ്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നു. ആളിക്കത്തിയ തീപ്പൊരി, ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. പുലയരാജ, അല്ലെ, പുലയരാജ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇന്ത്യയുടെ മഹാനായ പുത്രൻ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന വിശേഷണം ആർക്കാണ്? ഇദ്ദേഹത്തിനാണ്. ഇനി അടുത്തത് കേരള സ്പാർട്ടക്കസ്. എന്താണ്? കേരള സ്പാർട്ടക്കസ് എന്ന് അറിയപ്പെടുന്നതും ഇദ്ദേഹമാണ്. അപ്പോ ആധുനിക ദളിതരുടെ പിതാവ് എന്ന് വിളിക്കുന്നു. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നു. പുലയരാജ എന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നു. പുലയരാജ എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു. അത് വിശേഷിപ്പിച്ചത് ഇന്ദിരാ ഗാന്ധിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ EK നായനാർ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. കേരള സ്പാർട്ടക്കസ് എന്ന് വിശേഷിപ്പിച്ചത് എന്താ പറയുന്നത് എന്നറിയപ്പെടുന്നതും ആരന്നെയാണ്? അയ്യങ്കാളിയാണ് എന്ന് ഓർത്തു വയ്ക്കാം. ഇനി അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള വിശേഷണങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ശ്രീമൂലം പ്രജാസഭയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ SC വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാണ് ആര്? അയ്യങ്കാളി. 1907 ഇദ്ദേഹം സ്ഥാപിച്ചതാണ് സാധുജന പരിപാലന സംഘം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സാധുജന പരിപാലന സംഘം ആര് സ്ഥാപിച്ചു എന്നുള്ളതും സ്ഥാപിച്ച വർഷം എന്നുള്ളതും അത്യാവശ്യമാണ്, പഠിക്കണം. 1915 ഇദ്ദേഹം ഒരു സമരം നടത്തിയത്. ആ സമരത്തെ വിളിക്കുന്നത് ഏതാണ്? കല്ലുമാല സമരം എന്നാണ്. 1915 അയ്യങ്കാളി നടത്തിയ സമരത്തിന്റെ പേരാണ് കല്ലുമാല സമരം. ഈ കല്ലുമാല സമരം നടന്നത് കൊല്ലം ജില്ലയിൽ പെരിനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് ഇതിനെ പെരിനാട് ലഹള എന്നുകൂടി അറിയപ്പെടുന്നു. അപ്പൊ കല്ലുമാല സമരം, പെരിനാട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതന്നെയാണ്? ഒന്ന് തന്നെയാണ്. ഇത് നടന്നത് എവിടെയാണെന്ന് പഠിക്കണം. കൊല്ലം ജില്ലയിലാണ്. നടന്ന വർഷം ഏതാണ്? 1915 ആരാണ് ഈ സമരം നടത്തിയത്? അയ്യങ്കാളിയാണ്, അല്ലെ? അതുപോലെ തന്നെ വില്ലുവണ്ടി സമരം നടത്തിയ വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ അയ്യങ്കാളിയുടെ പേര് തന്നെയാ പറയേണ്ടത്. അതായത് പണ്ട് വില്ലുവണ്ടി സമരം കേട്ടോ. അപ്പൊ എന്താണ് ഈ പണ്ട് കാലത്തുണ്ടായിരുന്ന പല ആചാരങ്ങൾക്കെതിരെയും, അല്ലെ, മോശം ആചാരങ്ങൾക്കെതിരെയും പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ അയ്യങ്കാളി. അങ്ങനെ അദ്ദേഹം വില്ലുവണ്ടി സമരം നടത്തുകയാണ് 1893 അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? വണ്ടിയിലല്ലേ പോണേ. അപ്പൊ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം എന്നൊന്ന് ഓർത്തു വെച്ചോളൂ. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയത്. കാളവണ്ടി ഉപയോഗിക്കാൻ അന്നത്തെ കാലത്ത് ഉയർന്ന ജാതിയിലുള്ളവർക്ക് മാത്രമേ പറ്റിയിരുന്നുള്ളൂ. അപ്പൊ അതിനു വേണ്ടി ഇദ്ദേഹം നടത്തിയ സമരം. വില്ലുവണ്ടി എവിടം തൊട്ട് എവിടം വരെയാണ് ഇദ്ദേഹം ഓടിച്ചത്? വെങ്ങാനൂർ മുതൽ കവടിയാർ വരെയാണ് ഓടിച്ചത്. വെങ്ങാനൂർ മുതൽ കവടിയാർ വരെയാണ് വില്ലുവണ്ടി
വില്ലുവണ്ടി സമരം ഇദ്ദേഹം നടത്തിയത് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വേണ്ടി നടത്തി. ഇനി അടുത്തത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാറുള്ള പ്രധാനപ്പെട്ടതാണ് കർഷക ലഹള അല്ലേ. അതായത് അയ്യങ്കാളിയാണ് ആദ്യത്തെ കേരളത്തിലെ കർഷക ലഹള സംഘടിപ്പിച്ച വർഷം 1909 ഇദ്ദേഹം പറയാണ്, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുടിപ്പുല്ല് കുരുപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് ആര്? അയ്യങ്കാളി എന്ന് ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയില്ലേ? ഇപ്പൊ സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇദ്ദേഹം കർഷക ലഹള സംഘടിപ്പിച്ചത് എന്നും ഓർക്കുക. ഇനി ഇദ്ദേഹം തന്നെയാണ് 90-ാം ആണ്ട് ലഹളയുടെയും നേതാവ്. 90-ാം ആണ്ട് ലഹള, അപ്പൊ 90-ാം ആണ്ട് ലഹള സംഘടിപ്പിച്ചതും അയ്യങ്കാളി 1915 ഈ ലഹളയെ പല പേരിട്ട് വിളിക്കുന്നു. ഒന്ന് പുലയ ലഹള, അടുത്തത് ഊരൂട്ടമ്പലം ലഹള. അപ്പൊ പുലയ ലഹള, ഊരൂട്ടമ്പലം ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് 90-ാം ആണ്ട് ലഹളയാണ്. അപ്പൊ എന്താണ്? തിരുവനന്തപുരത്ത് ഊരൂട്ടമ്പലം എന്ന് പറയുന്ന ഗ്രാമത്തിൽ അയ്യങ്കാളി പഞ്ചമി, ഈ കുട്ടിയുടെ പേര് ചോദിച്ചിട്ടുണ്ട്, പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്നപ്പോൾ സവർണ ജാതിക്കാർ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചതിനെ തുടർന്ന് ഉണ്ടായ പ്രക്ഷോഭത്തെയാണ് നമ്മൾ 90-ാം ആണ്ട് ലഹള എന്ന് വിളിക്കണേ. അപ്പൊ 90-ാം ആണ്ട് ലഹള നടന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്, ഊരൂട്ടമ്പലം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ഇനി നോക്കൂ, ആ സ്കൂള് ഇപ്പോൾ അറിയപ്പെടുന്നത് അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ സ്കൂൾ. കണ്ടോ? അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ സ്കൂൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ ഊരൂട്ടമ്പലം ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന ആ സ്കൂൾ അല്ലെ, ആ കുട്ടിയെ ഇറക്കി വിട്ട സ്കൂളാണ് ആ പേരിൽ അറിയപ്പെടുന്നത് എന്ന് ഓർത്തു വയ്ക്കാം. അപ്പോ അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് നോക്കിയേ. അയ്യങ്കാളി 1863 ഓഗസ്റ്റ് മാസം 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ജനിച്ചു. ചെറിയ ക്ലാസ്സിൽ ഇദ്ദേഹത്തെ കാളി എന്ന് വിളിച്ചു അല്ലെ, ചെറിയ കുട്ടിയായിരുന്നപ്പോ. ആധുനിക ദളിതരുടെ പിതാവാണ്, ആളിക്കത്തിയ തീപ്പൊരിയാണ്, പുലയരാജയാണ്, ഇന്ത്യയുടെ മഹാനായ പുത്രനാണ്, കേരള സ്പാർട്ടക്കസ് ആണ്. മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി വിളിച്ചു, പുലയരാജ എന്ന് ഗാന്ധിജി വിളിച്ചു, ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ആര് വിളിച്ചു? EK നായനാർ വിളിച്ചു. ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാണ്. 1907 സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കാൻ അദ്ദേഹം സാധുജന പരിപാലന സംഘം ആരംഭിക്കുന്നു. ഈ സാധുജന പരിപാലന സംഘത്തിന് സാധുജന പരിപാലിനി എന്ന് പറയുന്ന ഒരു മുഖപത്രം ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിൽ പെരിനാട് ലഹള അല്ലെങ്കിൽ കല്ലുമാല ഈ സമരം നടന്നു. അതുപോലെ തന്നെ വില്ലുവണ്ടി സമരം നടന്നു. 1893 സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വെങ്ങാനൂർ മുതൽ കവടിയാർ വരെ അദ്ദേഹം വില്ലുവണ്ടി ഓടിക്കുകയാണ്. 1909 കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം അദ്ദേഹം സംഘടിപ്പിച്ചു. 1915 90-ാം ആണ്ട് ലഹള, പുലയ ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പല ലഹള എന്ന് പറയുന്ന ലഹള നടത്തി. തിരുവനന്തപുരത്താണ് അല്ലെ, അത് ഊരൂട്ടമ്പലം ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന സ്കൂളില് പഞ്ചമിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോയിപ്പോ സമ്മതിച്ചില്ല അല്ലെ, പ്രശ്നം ഉണ്ടായി. അപ്പൊ അതിനെതിരെ നടന്ന ലഹളയാണ്. അപ്പൊ ഈ ആ സ്കൂൾ ഇപ്പൊ അറിയപ്പെടുന്ന അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ സ്കൂൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടുള്ള എന്ത് പറയുന്നത്, എന്താ പറയാ, അയ്യങ്കാളിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ഇപ്പൊ നമ്മൾ പഠിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളും അതുപോലെ തന്നെ അയ്യങ്കാളി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ പേരും. ചില പത്രങ്ങൾ തന്നിട്ട് ആ പത്രങ്ങളുടെ ആപ്തവാക്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് ആപ്തവാക്യങ്ങളും കൂടി പഠിച്ച് നമുക്ക് നിർത്താം. മാതൃഭൂമി എന്ന പത്രത്തിന്റെ ആപ്തവാക്യം എന്താണ്? മാതൃഭൂമി യഥാർത്ഥ പത്രത്തിന്റെ ശക്തി. മാതൃഭൂമി യഥാർത്ഥ പത്രത്തിന്റെ ശക്തി. മാതൃഭൂമിയുടെ ആപ്തവാക്യം ഇതാണ്, മാതൃഭൂമി യഥാർത്ഥ പത്രത്തിന്റെ ശക്തി ട്ടോ, മാതൃഭൂമി. ഇനി അടുത്തത് മലയാള മനോരമ. എന്താണ് മനോരമ?
മനോരമ. മനോരമയുടെ ആണെങ്കിലോ എന്താ പറയുന്നത്, പത്രം ടാഗ് ലൈൻ ആണ് കേട്ടോ, ആപ്തവാക്യല്ല, ടാഗ് ലൈൻ ആണ് പറയുന്നത്. മാതൃഭൂമി യഥാർത്ഥ പത്രത്തിന്റെ ശക്തി. മലയാള മനോരമയാണെങ്കിലോ എന്താണ്, മലയാളത്തിന്റെ സുപ്രഭാതം, അതാണ് അതിന്റെ ടാഗ് ലൈൻ. മലയാളത്തിന്റെ സുപ്രഭാതം, മലയാളത്തിന്റെ സുപ്രഭാതം എന്നാണ് അതിന്റെ ടാഗ് ലൈൻ പറയുന്നത്. എന്താണ്, മലയാളത്തിന്റെ സുപ്രഭാതം. അതുപോലെ തന്നെ ഇതിന്റെ ആപ്തവാക്യം കൂടി പഠിച്ചു വെക്കുക. മാതൃഭൂമിയുടെയും അതുപോലെ തന്നെ എന്തിന്റെയും, മാതൃഭൂമിയുടെയും പഠിക്കണം, പ്ലസ് മനോരമയുടെയും. ഇത് രണ്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്, ചില ബാങ്കുകളുടെ ചോദിക്കാറുണ്ട്, അതുപോലെ പത്രങ്ങളുടെ ചോദിക്കാറുണ്ട്. മാതൃഭൂമിയുടെ ആണെങ്കിൽ ഏതാണ്, സത്യം. മാതൃഭൂമിയുടെ സത്യം, സമത്വം, സ്വാതന്ത്ര്യം. അതാണ് മാതൃഭൂമിയുടെ ആപ്തവാക്യം, സത്യം, സമത്വം, സ്വാതന്ത്ര്യം. എന്നാൽ മലയാള മനോരമയുടെ ഏതാണ്, ധർമ്മോ ധർമ്മോസ് ധർമ്മോസ്ത് കുലദൈവതം, ധർമ്മോസ്ത് കുലദൈവതം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ മാതൃഭൂമിയുടെ എന്താണ് ആപ്തവാക്യം, മാതൃഭൂമിയുടെ ആപ്തവാക്യം എന്താന്ന് പറഞ്ഞേ, സത്യം, സമത്വം, സാഹോദര്യം. മനോരമയുടെ ആപ്തവാക്യം എന്താണ്, മനോരമ ധർമ്മോസ്ത് കുലദൈവതം എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ. ഓരോ ദിവസം ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളും കൂടെ പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ നിങ്ങൾ ഉറപ്പായിട്ടും എന്താ പറയാ, നല്ല റാങ്ക് ലിസ്റ്റിൽ എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എന്താ പറയാ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്തുനിന്ന് പഠിക്കണം. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി മക്കളെ നിങ്ങൾ പഠിക്കുക. തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയാ ഉയർന്ന മാർക്ക് നേടാനും എത്രയും പെട്ടെന്ന് ജോലിക്ക് എത്താനും നിങ്ങളെ ഇത് സഹായിക്കുക തന്നെ ചെയ്യും കേട്ടോ. അപ്പൊ ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക്, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.